ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങി 2 ആഴ്ച തികയുന്നതിന് മുമ്പ് ബിഗ് ബോസിന് പറയേണ്ടി വന്നൊരു കാര്യമാണ്, ഞാൻ ഈ ഷോ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന്. എന്തിനാണ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്? ജിസേൽ അവിടെ തുടർച്ചയായിട്ട് നിയമലംഘനം നടത്തുന്നത് കൊണ്ടാണ്. ജിസേൽ മാത്രമല്ല, പലരും അവിടെ അത് ചെയ്തിട്ടുണ്ട്. കൂടുതലായി ചെയ്തത് ജിസേലായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജിസേലിന് ലാസ്റ്റ് വാർണിംഗ് എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വാർണിംഗ് കൊടുത്തു. പക്ഷേ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ജിസേല് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. എന്തൊരു വിചിത്രമായ കാര്യമാണെന്ന് നോക്കൂ. ഷോ തന്നെ നിർത്തിവെക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നതിന് കാരണക്കാരിയായിട്ടുള്ള ഒരാൾ, ബിഗ് ബോസിലെ നിയമങ്ങൾ തുടർച്ചയായിട്ട് ലംഘിച്ച ഒരാൾ, ബിഗ് ബോസിന്റെ അടുത്തുനിന്ന് തുടർച്ചയായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള വാർണിംഗ് കിട്ടിയ ഒരാൾ, അവർ ക്യാപ്റ്റൻസിയിലേക്ക് എങ്ങനെയാണ് എത്തുക? അവരെ എങ്ങനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുക? ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പിസത്തിന്റെ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ പലരുടെയും വ്യക്തിപരമായ വൈരാഗ്യവും ശത്രുതയും ജിസേലിനോടുള്ള ഭയവും ഒക്കെ ഈ ഒരു ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചതാവാം. വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് ശനിയാഴ്ച, ലാലേട്ടൻ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ജിസേലിന്റെ ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ വളരെയധികം വിചിത്രമായി തോന്നുന്നു.